എന്താടാ മോനെ, നിനക്ക് ആഹാരമൊന്നും വേണ്ടെന്ന് പറയുന്നത് കേട്ടു. നിനക്ക് വിശപ്പൊന്നുമില്ലേ? എനിക്കെന്താ പറ്റിയെന്ന് ഇയാൾക്കറിയില്ലേ? കുറെ ഗുണ്ടകളെ വെച്ച് പൂട്ടിട്ട് ആളുകൾക്കില്ലേ പ്രകാശേ? അത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. നിന്റെ ഈ അവസ്ഥയും ഈ അവസ്ഥയിലുള്ള ഒരാളുടെ മാനസികാവസ്ഥയും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ അതുകൊണ്ട് നീ എന്നെ തല്ലിയാൽ പോലും ഞാനങ്ങ് ക്ഷമിച്ച് കളയത്തുള്ളൂ. ഒരേ സമയം തന്നെ എന്നെയും നന്ദനെയും തട്ടിക്കൊണ്ട് വന്ന് തടവിലിട്ടിരിക്കുന്നത് തനിക്കെന്തോ പ്രത്യേക ലക്ഷ്യമുള്ളതുകൊണ്ടല്ലേ? അത് കറക്റ്റ്. അപ്പം നിന്റെ തല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യ ഋഷി നീ പറഞ്ഞത്. ഒരു പ്രത്യേക ലക്ഷ്യത്തോട് തന്നെയാ നിങ്ങളിവിടെ കൊണ്ടുവന്നത്. ആ ലക്ഷ്യം എന്താണെന്നറിയൂ? നന്ദനോട് എനിക്കും നിനക്കും ഒരുപോലെയുള്ള പക നമ്മൾ ഒരുമിച്ച് തീർക്കുക, നന്ദനെ സാക്ഷിയാക്കിക്കൊണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാടാ നിങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നതും. എന്താ നീ പറഞ്ഞേ? എന്റെ ഋഷി നിന്റെ കാമുകയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും നിന്നെ കൊല്ലാൻ നോക്കി വർഷങ്ങളോളം കോമയിലിട്ടതും ആ ചന്ദ്രോത്ത പ്രഭാവതിയാ. അതിന്റെ വൈരാഗ്യം നിനക്കും ചന്ദ്രോത്തുകാരോടുണ്ട്. എന്നെ ജയിലിലേക്ക് അയച്ച് എന്റെ ജീവിതം ഇല്ലാതാക്കിയതും ആ ചന്ദ്രോത്തുകാരാ. അവരുടെ അവസാനം കാണുക എന്നുള്ളത് തന്നെയാ എന്റെ ലക്ഷ്യം. ഋഷി, ഒരേ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങുന്നവരാ ഞാനും നീയും. ഈ ചന്ദ്രത്തിന്റെ നാശം കൃത്യമായിട്ട് സാധിച്ചെടുക്കാൻ വേണ്ടിയാ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എടാ, അതിനുള്ള പ്ലാനിങ്ങൾ നമ്മൾ ഒരുമിച്ച് നടത്തണം. നന്ദനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കുന്നതും അടിവേരറക്കുന്നതും അവനെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാ. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞേ നീ ദുബായിലേക്കും ഞാൻ ജയിലിലേക്കും പോവുള്ളൂ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഋഷി, നീ വിശ്വസിക്കേ, ഞാൻ നിന്റെ ശത്രുവല്ല. എടാ, നമ്മുടെ രണ്ടുപേരെ ശത്രു ആ ചന്ദ്രോത്തുകാരാ. അവരെ നമുക്ക് ഈ ഭൂമി നിന്ന് പറഞ്ഞയക്കാം. അത് വേണ്ടേ? വേണ്ടേ? എടാ, ഒന്ന് പറയടാ. വേണം. അങ്ങനെ പറ. എടാ, ഇപ്പോഴല്ലേ നീ ഒരു ആൺകുട്ടിയായത്. എടാ ഋഷി, എനിക്ക് നിന്നോട് മുൻവൈരാഗ്യമൊന്നുമില്ല, നിനക്ക് എന്നോടും ഇല്ല. ഇനി അഥവാ നിന്നോട് എനിക്ക് എന്തെങ്കിലും പകയുണ്ട്, അതിന്റെ പേരിലാണ് ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നെങ്കിൽ, എടാ, ഞാൻ കയ്യിൽ നിന്ന് കാശം ചെലവാക്കി 3 നേരം ഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവോ? എന്നേ ഞാൻ തട്ടിക്കളയില്ലേ? ഇപ്പം നിനക്ക് എന്നെ ചെറുതായിട്ട് വിശ്വാസം വന്നില്ലേ? പിന്നെ ഈ പ്രതികാരം വീട്ടുന്നതേ ശത്രുവിനെ കൂടെ അതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ചെയ്താലേ അതിൻ്റെ ഒരു പൂർണ്ണ തൃപ്തി കിട്ടും. അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവന്റെ കുടുംബം തകർന്നത് അവനെ നേരിട്ട് കാണിക്കാൻ വേണ്ടി തന്നെയാടാ നമ്മൾ അവനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്താ? അവൻ ഇവിടെ കടന്ന് തീരണം. ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കാതെ നെഞ്ചു പിടഞ്ഞ് അവനിവിടെ കടന്ന് തീരണം. അവന്റെ മരണം നമ്മൾ ഒരുമിച്ച് നിന്ന് കാണും. അപ്പം നല്ല കുട്ടിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കെ. നന്ദന്റെ കുടുംബം മുച്ചൂടും മുടിയുന്ന സ്വപ്നം കണ്ട് സുഖമായിട്ടങ്ങ് ഉറങ്ങിക്കും. ഓക്കെ, ബായ്.